കുടിയന്മാരറിയാതെ കുടി നിർത്താം. മാജിക് മെഡിസിൻ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അങ്ങനത്തെ മെഡിസിൻ വല്ലതും വാങ്ങി പാലിലോ ജ്യൂസിലൊക്കെ കലക്കി ആർക്കെങ്കിലും കൊടുത്ത് അവരുടെ കുടി നിർത്താൻ ശ്രമിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. മദ്യപാനികളുടെ സമ്മതം ഇതിന് ആവശ്യമാണ്. അവരെ മെഡിക്കൽ സൂപ്പർവിഷന് അണ്ടർടേക്ക് ചെയ്യണം. എന്നിട്ട് അവർ മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ഈ മരുന്നിന്റെ പേരാണ് ഡൈസൾഫിറാം. മദ്യ ശരീരത്തിലെത്തിയാൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്നും ഡൈസൾഫിറാം എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇതെന്തുകൊണ്ടാണ് ഇവരെ കൺസെന്റ് ഇല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റൂല എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. മദ്യം എന്ന് പറയുന്നത് എഥനോൾ ആണ് അല്ലേ. എഥനോള് അസറ്റാൽഡിഹൈഡും അസറ്റാൽഡിഹൈഡ് അസറ്റേറ്റുമായി മാറുന്നുണ്ട് ശരീരത്തിൻ്റെ ഉള്ളിൽ ലിവറിൽ വെച്ചിട്ട്. അതുകൊണ്ടാണ് കള്ള് കുറേ കാലം കുടിച്ചു കഴിഞ്ഞാൽ ലിവർ അടിച്ചു പോകും എന്ന് പറയുന്നത്. ഈ പറഞ്ഞതിൽ അസറ്റാൽഡിഹൈഡ് എന്ന് പറയുന്നത് ഒരു റെഡ് ഫ്ലാഗ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിന് അസറ്റേറ്റ് ആയിട്ട് മാറുന്നത് തടയുകയാണ് ഡൈസൾഫിറാം എന്ന് പറഞ്ഞിട്ടുള്ള മരുന്ന് ചെയ്യുന്നത്. അപ്പൊ ശരീരത്തിൽ എന്ത് ചെയ്യും? അസറ്റാൽഡിഹൈഡ് കുമിഞ്ഞുകൂടിയാൽ എന്ത് സംഭവിക്കുന്നറിയോ? ശരീരത്തിൽ എന്തൊക്കെ ഹോട്ട് ഫ്ലാഷസ് അവിടെയും ഇവിടെയൊക്കെ തണുപ്പാണോ ചൂടാണോ എന്നറിയില്ല. ഹാർട്ട് ബീറ്റ് കൂടുന്നു, ശ്വാസം മുട്ടുന്നു, തല കറങ്ങുന്നു, ഛർദ്ദിക്കാൻ വരുന്നു. മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തട്ടിപ്പോവും എന്നുള്ളൊരു തോന്നൽ അങ്ങോട്ട് കുടിയന്മാർക്ക് വരുത്തും. പീഡിപ്പിച്ച് കുടിയന്മാരെ കുടി നിർത്തുകയാണ് ഈ മരുന്ന് ചെയ്യുന്നത്. അല്ലാതെ ഈ മദ്യത്തിനോടുള്ള ഒരു ആസക്തി ഒന്നും കുറയുന്നില്ല കേട്ടോ ഇതിന്റെ പേരിൽ. ശരീരത്തിൽ ഒരു ചെറിയൊരു അംശം ആൽക്കഹോളിൽ ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മരുന്ന് കൊടുക്കുന്നതിൻ്റെ 12 അല്ലെങ്കിൽ 24 മണിക്കൂറോ മുന്നേ പൂർണ്ണമായിട്ടും കുടി നിർത്തണം. എന്നിട്ടേ ഈ മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. ചില കഫ് സിറപ്പിലും മൗത്ത് വാഷസിലും ഒക്കെ ആൽക്കഹോൾ ഉണ്ടാവാറുണ്ട്. അതുപോലും ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് കുടിയന്മാരെ സമ്മതം വേണം എന്ന് പറയുന്നത്. സോ ടേക്ക് കെയർ. ഇങ്ങനെ സമ്മതമില്ലാതെ ഈ മരുന്ന് കൊടുക്കുക എന്ന് പറയുന്നത് ഇല്ലീഗലാണ്.